ഹായ്, കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ചിക്കൻ പെരട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക. ഒരു ജാർ എടുത്ത്, ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയ ജാറാണ്. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള, തക്കാളി എന്നിവ ഇട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചു മാറ്റുക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിടാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ആഡ് ചെയ്യാം. കൊച്ചുള്ളി ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റണം. ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്യാം. പച്ചമുളക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പിടാവുന്നതാണ്. ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ആഡ് ചെയ്ത് ഈ പൊടികളുടെ പച്ച ചുവ മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റണം. വഴണ്ട് പൊടികളെല്ലാം നല്ലതുപോലെ മൂത്ത് വരണം. മൂത്ത് വരുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന സവാള തക്കാളി പേസ്റ്റ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് 1 ടേബിൾ സ്പൂൺ ഉണ്ട്, അതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇത് നല്ലതുപോലെ വെന്ത് വറ്റി വരേണ്ടതുണ്ട്. അടച്ചു വെച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ലതുപോലെ കൂട്ടല്ല. ഈ സവാള നേരിട്ടാണ് ഇതിലിട്ടിരുന്നെങ്കിൽ ഇത്ര ഉടഞ്ഞു വരത്തില്ല. ഇത് നല്ല പുരട്ടി എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് സവാള ഉടച്ചിട്ടത്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് ഈ ചിക്കന് ഈ മസാല എല്ലാം കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഉപ്പ് നോക്കി. അപ്പോൾ ഉപ്പ് എനിക്ക് കുറച്ച് കുറവ് പോലെ തോന്നി. ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി പൊത്തി വെച്ച് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വേവിച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ വെള്ളമെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. തെളിഞ്ഞു വന്ന് ചിക്കൻ ഒരു 3/4 വേവായിട്ടുണ്ട്. എങ്കിലും ഈ വെള്ളമെല്ലാം വറ്റി നല്ല രീതിയിൽ വെന്ത് വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞു വരേണ്ടതുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം വീണ്ടും ഇത് പൊത്തി അടച്ചു വെച്ച് വേവിക്കുകയാണ്. അടച്ചു വെച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ വെള്ളമെല്ലാം വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞ് ചിക്കൻ പാകത്തിന് വെന്ത് നല്ലതുപോലെ ചിക്കൻ വരട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ചെയ്തു നോക്കുക. ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടമാവും. ഇത് അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവരും ചെയ്തു നോക്കുക. ഇവിടെ ചിക്കൻ വരട്ട് തയ്യാറാണ്. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ആ ബെല്ലൈക്കണോടെ പ്രസ് ചെയ്യുക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഈ സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു.